Hello guys, welcome back to my channel. So I just wanted to say a story about me and my friend going out in the park, which is quite nearby my house. സോ ഇന്ന് നമുക്ക് പറയാനുള്ള ഒരു സ്റ്റോറി എന്ന് പറയുവാണെങ്കിൽ അപ്പുവിൻ്റെ ഫ്രണ്ട് എറിക്കിൻ്റെ ഫാമിലിയായിട്ട് നമ്മൾ ഒരു ദിവസം ഒരു ഡേ ഔട്ട് ചെയ്തു. സോ നിയറസ്റ്റ് പാർക്കിലായിട്ട്. ഓക്കെ, ഇനി ബാക്കി സ്റ്റോറി അപ്പു പറയാം, ഇൻ ബിറ്റ്വീൻ ഞാനും പറയാം. So guys, പോകുന്നതിന് മുമ്പ് എൻ്റെ before going, I begged my mom and Eric begged his mom, can we go to the park because we really want to meet each other in the park. So we went there and had some fun with his dog Buddy and played some football and played on my mom's phone a bit. If you know, you know, and then we ran a bit and play and threw some smooth rocks, like those who like jump in the water when you like throw it. Didn't really work, but then we suddenly saw some ducks and some ducklings, and when we were sitting in beside the river. പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പുവിൻ്റെ ഫ്രണ്ടും കൂടെ ഒത്തിരി എൻജോയ് ചെയ്തു. അവർക്കൊരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടിയുടെ പേര് ബഡിയുമായിട്ട് ഒത്തിരി. ബഡിയെ കണ്ടപ്പോൾ ആദ്യം ഞങ്ങളെല്ലാവരും ഒന്ന് പേടിച്ചു, ബിക്കോസ് ബഡി നിർത്താതെ കുരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേടിയായിപ്പോയി. പക്ഷേ ബഡി വാസ് വെരി ഫ്രണ്ട്ലി ഡോഗ് ആൻഡ് പെട്ടെന്ന് തന്നെ ഞങ്ങളോടെല്ലാം ബഡി അടുത്തു. പിന്നെ അപ്പവും ഇസയ്ക്കും ഭയങ്കര ഇഷ്ടമായി ബഡിയെ കണ്ടപ്പോൾ. ഇസയ്ക്കാണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. ഇസയാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഈ പെറ്റ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് പെറ്റ് ചെയ്യാനായിട്ട് ഡോഗിനെയോ അല്ലെങ്കിൽ മിക്കവാറും ലേഡി ബഗ്ഗിനെയൊക്കെ പിടിച്ചുകൊണ്ട് വരും. ഞാൻ കാണുന്നുണ്ട്, കുപ്പിക്കകത്തൊക്കെ ഇട്ട് വളർത്തും. അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവമാണ് ഇസയ്ക്ക്. അപ്പോൾ ബഡിയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ എടുത്ത് പറയാനായിട്ട് കുറേ ഫോറസ്റ്റ് പോലെ ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ട്. പിന്നെ അവിടെയാണെങ്കിൽ കുറച്ച് നല്ല ഈ പൈൻ ട്രീസ് നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് ഇവിടെ വന്നിട്ട് കാരണം ഈ പാർക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിലും ഞങ്ങൾ ഈ പാർക്കിൽ മാത്രം പോയിട്ടില്ലായിരുന്നു. ട്രെഡിഗർ പാർക്കുണ്ട്, ട്രെഡിഗർ ഹൗസ്. ഇത് ട്രെഡിഗർ ഹൗസാണ്. സോ ട്രെഡിഗർ ഹൗസിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോയത്. അപ്പോൾ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് നോക്കാം അതിൻ്റെ അടുത്ത് വന്നിട്ട്. ഇനി അപ്പു എന്താ ചെയ്തേ? അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ഇങ്ങനെ ഭയങ്കര വലിയ ഇങ്ങനെ മരങ്ങൾ കണ്ടു. ഭയങ്കര വലിയ സൂര്യൻ്റെ നല്ല റേസ്, നല്ല വെട്ടം എന്ന് പറയാം, ആവശ്യത്തിൽ കൂടുതൽ. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറയിൽ ഭയങ്കര വെട്ടം അതാണ് തോന്നിക്കുന്നത്. ഭയങ്കര ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ UK ഇപ്പോൾ ഭയങ്കര സമ്മറാണ്. അപ്പം സമ്മർ ആകുമ്പോഴത്തേക്കിന് നാട്ടിലെക്കാട്ടിലും ഇവിടെ നാട്ടിലോട്ട് പോയവർ, വെക്കേഷന് പോയവർ പറയുന്നത് ഇപ്പം UK എന്ന് പറയുന്നത് ഹോട്ടർ ദാൻ നാടാന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ ഭയങ്കര ഹോട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് എ ഗുഡ് ടൈം, വി റിയലി എൻജോയ്. ബിക്കോസ് ഞങ്ങൾക്കൊരു 6 month ഇനിയും നെക്സ്റ്റ് നല്ല വിൻ്റർ വരാൻ പോകുന്നത്. അന്നേരം ഇപ്പം നമുക്കിതൊക്കെ ഒരു മെമ്മറീസാണ്. ഇപ്പോൾ ഇങ്ങനെ ഈ പാർക്കിൽ വന്ന് കളിച്ചതും ഒക്കെ നമുക്ക് നല്ലൊരു മെമ്മറീസാണ്. എന്തായാലും നമ്മൾ അന്നേരം ഇപ്പോൾ ഓർക്കും. എന്നിട്ട് എല്ലാവരും പറയും, അയ്യോ ഒന്ന് സമ്മറായാൽ മതി. വിൻ്റർ വരുമ്പോൾ പറയും സമ്മറായാൽ മതി, സമ്മർ വരുമ്പോൾ പറയും വിൻ്റർ ആയാൽ മതി. അങ്ങനെയാണ് ഇവിടുത്തെ ലൈഫൊക്കെ. പിന്നെ അതിനടുത്ത് തന്നെ നല്ലൊരു ഒരു ലേക്കാണോ റിവർ പോലെ തോന്നുന്നു, റിവറാണെന്ന് തോന്നുന്നു. അപ്പം അതുണ്ടായിരുന്നു അവിടെ. റിവറിലാണെങ്കിൽ ഒത്തിരി ഈ അരയന്നങ്ങൾ, നമ്മൾ ഡക്കും അരയന്നങ്ങളും രണ്ടും ഉണ്ട്. അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സാധാരണ UK എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ന്യൂ. അപ്പം അത് കാണാൻ നല്ല രസമാണ്. അതുങ്ങളിങ്ങനെ പറക്കും, ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ട് പറക്കും. പിന്നെ ഇവരെ നമുക്കൊന്നും ചെയ്യാനോ പിടിച്ചുകൊണ്ട് പോകാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ തോട്ടിക്കൂടെ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഒഴുകി നടക്കുന്നതുകൊണ്ട് എപ്പോൾ പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ മതിയല്ലേ, ഡക്കിനെയൊക്കെ നല്ല താറാവ് റോസ്റ്റൊക്കെ ചെയ്യാനായിട്ട്. ബട്ട് ഇവിടുത്തെ ഏതെല്ലാം റിവറിലുള്ള ഏത് ലൈഫ് പ്രോപ്പർട്ടീസ്,
പിന്നെ താറാവോ അല്ല അരയന്നങ്ങളോ ഇതൊക്കെ ഇവിടുത്തെ കിങ്ങിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനെ പിടിക്കാനോ അതിനെ എന്തെങ്കിലും ഹാംഫുള്ളായിട്ടൊന്നും ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പം ഇതെല്ലാം ഇവർക്കെല്ലാം നമ്മളെപ്പോലെ തന്നെ ഇവർക്കും ഭൂമി അവകാശപ്പെട്ടതായ ഇവർക്ക് ഇവരെല്ലാം ഇതിലിങ്ങനെ എൻജോയ് ചെയ്യും. അത് കണ്ട് നമുക്കും സന്തോഷിക്കുക. റിയലി ഇറ്റ് വാസ് വെരി നൈസ്. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിള്ളേർ ഒത്തിരി ഇങ്ങനെ കളിച്ചു നോക്കി. അവരെ ഇങ്ങനെ വിളിക്കാനും അടുത്തോട്ട് വിളിക്കാനും ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് കല്ലൊക്കെ ഇട്ടിട്ടും ഈ ബിസ്ക്കറ്റ് ബഡിക്ക് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ബഡീന് ബിസ്ക്കറ്റ് കൊടുക്കുന്ന കുട്ടി അതുങ്ങൾക്കും കുറച്ച് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിനും അത് അവർ തിന്നാനായിട്ട് വരികയും അങ്ങനെയൊക്കെ ചെയ്തു. റിയലി. So guys, when we were beside the river, we saw some, like ducks and ducklings. It was really fun. We fed Swans them. also. Yeah, some swans, they came. But the mother swan, when it came too close to. So guys, then when we. So guys, thanks to Eric family, we had so much fun, and thank you for watching this video. We had a lot of fun.